ശ്രീ ഡിജോ കാപ്പൻ, ഇപ്പോൾ ശ്രീ ചന്ദ്രൻപിള്ള പറഞ്ഞത് താങ്കൾ കേട്ടല്ലോ. ഇനി ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. ഇത് പ്രതീക്ഷിച്ചില്ല. മാത്രമല്ല, ഒരു കരാർ ഒപ്പിട്ടിരുന്നു, കരാറിനപ്പുറം കാര്യങ്ങൾ പോകുമെന്ന് അവർ കരുതിയില്ല എന്നുള്ളതാണ് വാദം. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പരസ്പരം പഴിചാരി അനുമതി നൽകേണ്ടവരും സംഘാടകരും രക്ഷപ്പെടുന്നതാണ് കേരളത്തിൽ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ കൂടിക്കൂടി വരുന്നതിൻ്റെ കാര്യം. നമ്മൾ 2023 കുസാറ്റിലുണ്ടായ അപകടം, അന്ന് നമ്മൾ വിദ്യാർത്ഥികൾ 4 പേരുടെ ജീവൻ പോയി, ഏതാണ്ട് 60ഓളം പേർക്ക് പരിക്ക് പറ്റി. അപ്പം അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലുമൊക്കെ നമ്മൾ പറയാറുണ്ട്, നമുക്ക് അവസരം കിട്ടുമ്പം പ്രേക്ഷകരോട് പറയാറുണ്ട്, ഒരു കാരണവശാലും നമ്മൾ അങ്ങനെയുള്ള സമയങ്ങളിൽ രോഗികളെ കൈകൊണ്ടെടുത്ത് ഒരു വാഹനത്തിൽ കയറ്റരുത്, സ്ട്രെച്ചറെ ഉപയോഗിക്കാവുള്ളൂ. അതിൻ്റെ കാരണം ഉമാ തോമസിൻ്റെ 3 വാരിയെല്ലുകൾ ഒടിഞ്ഞിട്ടുണ്ട്, നമ്മുടെ ശ്വാസകോശ ഭിത്തിക്ക് ചെറിയ ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ആളുകൾ അപകടത്തിൽപ്പെടുന്നത് ഇങ്ങനെ, ആളുകൾ പെട്ടെന്ന് രോഗിയെ ഏറ്റവും വേഗം ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ള ഒരു ആവേശം, മറ്റൊന്നും ചിന്തിക്കാൻ അവർക്ക് സമയമില്ല. അവർ ഇന്നലെ ആ ഉമയെ കോരിയെടുക്കുക ചെയ്തതെന്ന് പറയാം. മാധ്യമ സുഹൃത്തുക്കളെ കൂടെ ബഹളം വെച്ചിട്ടാണ്. സംഘാടകർ അവിടെ ഇല്ലായിരുന്നു, ആരും ശ്രദ്ധിച്ചു പോലുമില്ല. അപ്പോഴത്തേനും ഓടിക്കൂടിയവർ പെട്ടെന്ന് ഉമാ തോമസിനെ എടുത്തു. അപ്പോഴത്തേനാണ് ആംബുലൻസ് വരുന്നത്. ആംബുലൻസിൽ നിന്ന് സ്ട്രെച്ചർ എടുക്കുന്നതിന് മുമ്പേ എടുത്ത് വാഹനത്തിലോട്ട് കയറ്റുക ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് രോഗിക്ക് വലിയ അപകടമുണ്ടാവും. ഇനിയാണെങ്കിൽ ഇന്നലെ ഉമയ്ക്ക് പറ്റിയത് നാളുകളിൽ മറ്റൊരു അപകടത്തിൽപ്പെടുന്നവർക്ക് പറ്റാതിരിക്കാനാണ് ഞാനിത് പറയുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും വേദന തോന്നിയത്, ഞാൻ ഇന്നലെ രാത്രി മുതൽ അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ വീട്ടിൽ ചെന്നു. ഞാൻ 4 മണി വരെ ആശുപത്രിയിലുണ്ടായിരുന്നു. ഒരു ആൾ, ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സംഘാടക സമിതിയുടെ ഒരാൾ പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയുമ്പോൾ ഇവർക്കൊക്കെ പണം ഉണ്ടാക്കാനുള്ള ആർത്തി മാത്രമായിരുന്നു ഇതിൻ്റെ പിന്നിൽ. പിന്നെ ഇവിടെ വലിയ കൊട്ടിഘോഷിക്കുന്നുണ്ടല്ലോ, കേരളത്തിന് നേട്ടം കിട്ടിയത്. ഞാൻ 1982 കേരള സർവകലാശാല യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അന്ന് യുവജനോത്സവം നടത്തിയപ്പോൾ അന്ന് 100 കണക്കിന് കത്തുകൾ വന്നു. കേരളത്തിൽ ഭരതനാട്യത്തിന് തമിഴ്നാട് ശൈലിയും കേരള ശൈലിയും തമ്മിൽ ഭയങ്കര, ഇവർ നൃത്ത അധ്യാപകർ തമ്മിൽ ഒരു വടംവലിയുണ്ട്. ആ വടംവലിയുടെ ഭാഗമാണ് തമിഴ്നാടിൻ്റെ റെക്കോർഡിനെ മറികടക്കാൻ കേരളത്തിന് അതിൽ കൂടുതൽ കുട്ടികളെ കൊണ്ടുവരണം. എന്തായാലും മുമ്പേ ഒരു നർത്തകി പറഞ്ഞതുപോലെ അവർ 10-30 പേരല്ല 40 പേര് കയറി ആ സ്റ്റേജിൽ നൃത്തം നടത്തിയിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് വേദനയോടെ മറ്റ് വാർത്തകൾ ചർച്ച ചെയ്യേണ്ടി വന്നേനെ. അതിന് അവസരം ഉണ്ടായില്ല. അതിന് ഞങ്ങളുടെ അന്വേഷണത്തിൽ ഇവിടെ താഴെ നിലത്ത് ഇത് ചെയ്യാമായിരുന്നു. അപ്പോൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൃശ്യമാധ്യമങ്ങൾ ഇതെടുക്കുമ്പം നല്ല കളർഫുൾ ആകാൻ വേണ്ടിയിട്ടാണ്, ഈ മുകളിലേക്ക് ക്യാമറയുടെ സൈറ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് അപകടം വരെ വിളിച്ചു വരുത്തുവാണ്. പിന്നെ എനിക്ക് GCDA ചെയർമാനോട് ഒരു അഭിപ്രായ വ്യത്യാസമുള്ളത്, ലാഭമായി എന്ന് പറഞ്ഞത് ഇത്രത്തോളം ആളുകൾ നഗരത്തിലേക്ക് വരുന്നു, ഹോട്ടലുകൾ മുറിയെടുക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായ സാമ്പത്തികമായ ലാഭം എന്നതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അല്ല, അതിപ്പം ഒരു എക്കണോമിക്സ് ഫോളോ ചെയ്യുന്ന ഒരു എക്കണോമിക്സിന് വേണമെങ്കിൽ അത് പറയാം, അത്രയും മണി സർക്കുലേഷനിൽ വന്നു എന്ന്. പക്ഷേ ഒരു MLAയുടെ ആരോഗ്യമാണിപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചു കിട്ടട്ടെ, ആയിരങ്ങളുടെ പ്രാർത്ഥനയും ദൈവാനുഗ്രഹവും കൊണ്ട് MLA ഏറ്റവും വേഗം ആരോഗ്യവതിയായി അവരുടെ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കട്ടെ എന്നാണ് പലരും എന്നോട് പറയാറുള്ളത്. അതിനായിട്ട് ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തായാലും അതിനിങ്ങനെ ഒരു വീഴ്ച വരുത്തുകയും ഒരു MLAയെ അപകടത്തിൽപ്പെടുത്തുകയും അനേകം നൃത്ത ചുവടുകൊണ്ട് വന്ന ആളുകൾ ആ MLAയ്ക്ക് അപകടമുണ്ടായതുകൊണ്ട് അവരപകടത്തിൽപ്പെടാതിരിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് കൃത്യമായി മനുഷ്യനിർമ്മിതമായ, അല്ലെ സംഘാടക നിർമ്മിതമായ ഒരു ദുരന്തമാണ്. ഇതിനകത്ത് ചെറിയ വകുപ്പുകളിട്ട് ഇവരെ രക്ഷപ്പെടാൻ പോലീസ് അല്ലെങ്കിൽ ഭരണാധികാരികൾ അനുവദിക്കരുത്. ഇത് അനുവദിച്ചാൽ നാളുകളിൽ വീണ്ടും ഇതുപോലത്തെ അപകടങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതിനകത്ത് മാതൃകാപരമായ ശിക്ഷ നടപടികൾ, അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കപ്പെടുവാനുള്ള നടപടി പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിന്ന്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. എനിക്ക് ആരോടും വിരോധമുണ്ടായിട്ട് പറയല്ല. നാളുകളിൽ ഇങ്ങനത്തെ ഇതുണ്ടാവരുത്. അവിടെ പോലീസിനെ ആവശ്യത്തിന് വിനിയോഗിച്ചിരുന്നില്ല. പറഞ്ഞ ഒരു കാര്യം, ഇത്രയും വിപുലമായ പരിപാടി, ഇത്രയും കുട്ടികളും രക്ഷിതാക്കളുമായി അവിടെ ആളുകൾ തിങ്ങി നിൽക്കുമ്പോൾ അവിടെ പോലീസ് അത്ര ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം കൂടി ശ്രീജിത്ത് പറയും. ഞാൻ ഒരു ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.